അതൊന്നുമില്ല. ഒരു അല്ല, ഈ പറഞ്ഞല്ലോ, ഞാൻ ഇതുവരെയും ചെയ്യാത്ത സിനിമകളുടെ സ്വഭാവവും പെർഫോമൻസ് ആയാലും ഇങ്ങനെയൊരു സെറ്റിംഗിൽ ഇങ്ങനൊരു എന്താ പറയുക, ബാംഗ്ലൂരിൻ്റെ ഒരു കോളേജ് ലൈഫും സ്റ്റുഡൻറ് ലൈഫും വേറൊരു സൈഡാണ് നമ്മൾ എക്സ്പ്ലോർ ചെയ്തിരിക്കുന്നത്. അപ്പം അങ്ങനെയൊക്കെ മൊത്തത്തിൽ പുതുമ തോന്നിയത് കൊണ്ടാണ്. ഇത് ആക്ച്വലി പുള്ളിയുടെ സെക്കൻഡ് പേഴ്സണാലിറ്റിയാണ്. അതായത് ഇതുവരെ ചെയ്തുകൊണ്ടിരുന്ന പടങ്ങൾ കഴിയുമ്പോൾ ഫഹദ് ഫാസിൽ എന്ന് വയ്ക്കും, ഇനി ഇതുപോലത്തെ വേറെ എന്തെങ്കിലും മാസ് പടമോ അല്ലെങ്കിൽ കൊമേഴ്ഷ്യൽ പടം കഴിയുമ്പോൾ ഫഫാന്ന് വയ്ക്കും. അതിനുള്ള ഒരു പരിപാടിയാണ് തുടക്കമായിട്ടുള്ളതുള്ളൂ. ആവട്ടെ ആവട്ടെ. കുറെ കാണാനുണ്ട്. ഒരു ദിവസം കൂടെ വെയിറ്റ് ചെയ്താൽ മതി. ഈ പറഞ്ഞെല്ലാം ഉണ്ട്. അല്ല, അങ്ങനെയല്ലല്ലോ, ഒരിക്കലും അല്ല. ഇപ്പം എന്നെ തേടി വരുന്ന സിനിമകളാണ് ഞാൻ ചെയ്യുന്നത്. അപ്പം മാക്സിമം ഓരോ സിനിമകളും ഡിഫറെന്റ് ആകണമെന്ന് നമുക്ക് ആഗ്രഹമുണ്ട്. ഈ സ്വഭാവത്തിലുള്ള സിനിമകൾ ഇപ്പൊ ചെയ്യാൻ മെയിൻ റീസൺ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്റർടൈൻമെന്റ് കുറച്ചുകൂടെ സിനിമകളിൽ വരണമെന്ന് തോന്നി. ഇപ്പം ഈ പറയുന്ന ഓഫ് ബീറ്റ് ഫിലിംസിനൊക്കെ ഇപ്പൊ നമുക്ക് വേറെ പ്ലാറ്റ്ഫോംസ് ഉണ്ട്. അതായത് തിയേറ്ററിക്കലായിട്ട് ചിന്തിക്കണമെന്നൊന്നുമില്ല, ഇതിനെല്ലാം പല പല ഓപ്ഷൻസ് ഉണ്ട്. തിയേറ്ററിക്കലായിട്ട് സിനിമകൾ ചിന്തിക്കുമ്പോഴാണ് ഈ സ്വഭാവത്തിലേക്കുള്ള സിനിമകളിലേക്ക് എത്തുന്നത്.